ഹലോ എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഹൈ ബി പിയെ എങ്ങനെയാണ് അക്യുപങ്ക്ചറിലൂടെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം, ലോ ആയിട്ടുള്ളൊരു ബി പി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട്. നാരങ്ങ വെള്ളം, മോരും വെള്ളം, കഞ്ഞിവെള്ളം, ഇതുപോലെയുള്ള ഒരുപാട് വെള്ളം നമ്മൾ ഉണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട്. ഈ ലോ ആയിട്ടുള്ള ഒരു ബി പിയെ നമ്മൾ പെട്ടെന്ന് നോർമൽ ലെവലിലേക്ക് ഒന്ന് ഹൈ ആക്കി വെക്കാൻ ഇതും സഹായിക്കാറുമുണ്ട്. പക്ഷേ ഹൈ ആയിട്ടുള്ള ഒരു ബി പി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. പ്രത്യേകിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ സഹായം തേടാറുമുണ്ട്. ഇത്തരം കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അക്യുപങ്ക്ചറിലെ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതുപോലുള്ള ഒരു ലാൻസെറ്റ് ഉപയോഗിക്കുക. ലാൻസെറ്റ് എടുത്തിട്ട് നമ്മുടെ 10 ഫിംഗേഴ്സിൻ്റെയും ടിപ്പിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. അവിടെ നിന്ന് ഓരോ ഡ്രോപ്പ് ബ്ലഡ് നമ്മളിങ്ങനെ കളയാം. ഈ 10 ഫിംഗേഴ്സിൻ്റെയും ടിപ്പിൽ നിന്നും ഓരോ ഡ്രോപ്പ് ബ്ലഡ് കളയുക. ഇതോടൊപ്പം തന്നെ ഹൈ ആയിട്ടുള്ള ബി പിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള, ഇപ്പോൾ നമുക്ക് സ്ട്രോക്ക് വരാം, അതേപോലെ തന്നെ അറ്റാക്ക് വരാം. അറ്റാക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരം മൊത്തം വിയർക്കുന്നതായിട്ട് കാണാം. തലചുറ്റലുണ്ടാകാം, തലവേദന ഉണ്ടാകാം, അതുപോലെ ഇങ്ങനെ കൈയൊക്കെ ശോഷിച്ച് പോകുന്ന പോലെയൊക്കെ കാണാറുണ്ട് അല്ലേ. ചെസ്റ്റിൻ്റെ ഭാഗത്ത് പെയിൻ വരാറുണ്ട്. ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമുക്ക് തന്നെ അറിയാം ഇത് സ്ട്രോക്കാണ് അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഹൈ ആയിട്ടുള്ള ഒരു ബി പി അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഒരു പറഞ്ഞ ടിപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്ത ഒരു പേഷ്യൻറ്റിൽ തന്നെ നമ്മൾ ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ട്രോക്ക് വന്നതിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഞാൻ സഫ്വാന, അക്യുപങ്ക്ചറിസ്റ്റ്.